മണിക്കൂർ മുതൽ 7 മണിക്കൂർ വരെ കൃത്യമായിട്ട് ഞാൻ ഉറങ്ങുന്നുണ്ട്, കൃത്യമായിട്ട് ഭക്ഷണം കഴിക്കുന്നുണ്ട്. എന്നാൽ ഫുഡ് കഴിച്ചിട്ടും ഈ ഒരു സ്ലീപ്പ് കൃത്യമായിട്ട് മെയിൻറ്റെയിൻ ചെയ്തിട്ടും എനിക്ക് ക്ഷീണത്തിന് യാതൊരു രീതിയിലുള്ള കുറവുകളില്ല. അതായത് അമിതമായിട്ടുള്ള ക്ഷീണം ഫീൽ ചെയ്യുന്നുണ്ട്. എന്നാൽ വെയിറ്റും അതേപോലെ തന്നെ വർദ്ധിച്ചു വരുന്നുണ്ട്. എന്തുകൊണ്ടായിരിക്കും ഈ ഒരു ബുദ്ധിമുട്ടുകൾ വരുന്നത്? ഈ ഒരു ബുദ്ധിമുട്ട് വരാൻ പല കാരണങ്ങളുണ്ടാവാം. അപ്പോൾ ഇന്നത്തെ വീഡിയോയിലൂടെ നമുക്കതൊന്ന് ഡിസ്കസ് ചെയ്യാം. അതായത് ക്ഷീണം, വിട്ടുമാറാത്ത ക്ഷീണം എന്തുകൊണ്ട് വരുന്നു, നമ്മൾ ഭക്ഷണം കഴിച്ചിട്ടും കൃത്യമായിട്ടുള്ള വ്യായാമങ്ങൾ മെയിൻറ്റെയിൻ ചെയ്തിട്ടും ഇത്തരം വീക്ക്നെസ് നമുക്ക് വിട്ടുമാറുന്നില്ല. നമുക്കതൊന്ന് ഡിസ്കസ് ചെയ്യാം. ഹായ്, ഞാൻ ഡോക്ടർ ജൂഹി ദാസ്, ഡോക്ടർ ഡയറ്റിലെ ഹോമിയോപ്പതിക് ഫിസിഷ്യനാണ്. ഉറക്കം എല്ലാത്തിൻ്റെയും അടിസ്ഥാനമാണ്. നമ്മുടെ ശരീരത്തിലെ എല്ലാ ഫിസിയോളജിക്കൽ ആക്ടിവിറ്റീസ് നടക്കണമെങ്കിലും നമ്മൾ കൃത്യമായിട്ട് ഉറങ്ങണം. ഉറങ്ങിയിട്ടില്ലെങ്കിൽ നമുക്ക് നെക്സ്റ്റ് ഡേ മെൻ്റലിയും ഫിസിക്കലിയും നമുക്ക് വീക്ക്നെസ് അനുഭവപ്പെടും. അതായത് ഒന്നിലും കോൺസെൻട്രേറ്റ് ചെയ്യാൻ പറ്റുന്നില്ല, ഒരു വർക്ക് കൃത്യമായിട്ട് ഫോളോ ചെയ്യാൻ പറ്റുന്നില്ല, എല്ലാത്തിനും ഒരു മന്ദത, അല്ലെങ്കിൽ ആ ഒരു ഫിസിക്കൽ ആക്ടിവിറ്റീസ് തന്നെ റെഡ്യൂസ്ഡ് ആയിട്ടുണ്ട്. എപ്പോഴും ക്ഷീണം, ഉറങ്ങണം എന്നുള്ള ആ ഒരു ടെൻഡൻസി വരുന്നുണ്ട്. ഇത് ചിലപ്പോൾ നമ്മൾ ചിലർ ചിന്തിക്കുന്നത് ഫുഡ് കഴിച്ചിട്ടായിരിക്കും, അല്ലെങ്കിൽ ഫുഡ് ഹെവി ആയതുകൊണ്ടായിരിക്കാം, അല്ലെങ്കിൽ നമ്മൾ നൈറ്റ് ടൈമിൽ കൂടുതൽ വലിച്ചു വാരി ഫുഡ് കഴിച്ചതുകൊണ്ടായിരിക്കാം ഈ ഒരു ക്ഷീണം വരുന്നത്. നമ്മൾ ടെസ്റ്റുകളെല്ലാം ചെയ്തിട്ടും ചിലപ്പം നോർമലായി കാണിക്കാം, ചിലർക്ക് പല രീതിയിലുള്ള വേരിയേഷൻസ് കാണിക്കാം. അപ്പോൾ ഈ ക്ഷീണം വരിക അല്ലെങ്കിൽ വെയിറ്റ് കൂടുക എന്ന് പറയുമ്പം പല കാരണങ്ങളാവാം. ആദ്യത്തേത് ഇൻസുലിൻ റെസിസ്റ്റൻസ് എന്ന പ്രോബ്ലംസ് കൊണ്ടാണ്. ഇൻസുലിൻ റെസിസ്റ്റൻസ്, ഇൻസുലിൻ എന്ന് പറയുമ്പം പാൻക്രിയാസ് ഗ്രന്ഥി ഉൽപ്പാദിപ്പിക്കുന്ന ഹോർമോണാണ്. ഇൻസുലിൻ്റെ ധർമ്മം എന്താണ്? രക്തത്തിലുള്ള ഗ്ലൂക്കോസ് മോളിക്യൂൾസ്, അതായത് അധികമായിട്ടുള്ള ഗ്ലൂക്കോസ് മോളിക്യൂൾസിനെ റെഡ്യൂസ് ചെയ്യുന്നതാണ് ഇൻസുലിൻ എന്ന ഹോർമോൺസിൻ്റെ പ്രധാന ധർമ്മം എന്ന് പറയുന്നത്. നമുക്കറിയാം, നോർമലി നമ്മളെ ബോഡിയിൽ നടക്കുന്നത് എന്താണ്? നമ്മൾ ഫുഡ് കഴിക്കുന്നു, ഫുഡിൻ്റെ അകത്തുള്ള ഗ്ലൂക്കോസ് മോളിക്യൂൾസിനെ കോശങ്ങളിലേക്ക് ഇൻസുലിൻ്റെ സഹായത്തോടെ ട്രാൻസ്പോർട്ട് ചെയ്യുന്നു. എന്നാൽ കോശങ്ങളിൽ എത്തിക്കഴിഞ്ഞാൽ അതിന് എനർജി, അല്ലെങ്കിൽ നമ്മളെ ബോഡിക്ക് എനർജി ഉണ്ടാക്കിയെടുക്കുന്നു, അല്ലെങ്കിൽ നമ്മളെ ബോഡിക്ക് ആവശ്യമായിട്ടുള്ള എനർജി ഉൽപ്പാദിപ്പിച്ചെടുക്കുന്നു. അതാണ് നമ്മുടെ ശരീരത്തിൽ നോർമലി നടക്കുന്ന ഒരു മെക്കാനിസം എന്ന് പറയുന്നത്. എന്നാൽ ഇൻസുലിൻ റെസിസ്റ്റൻസ് എന്ന കണ്ടീഷൻസ് വരുമ്പോൾ എന്താണ് സംഭവിക്കുന്നത്? നമ്മൾ ഫുഡ് കഴിക്കുന്നു, ഫുഡിൻ്റെ അകത്തുള്ള ഗ്ലൂക്കോസ് മോളിക്യൂൾസിന് കോശങ്ങളിലേക്ക് കൃത്യമായിട്ട് ട്രാൻസ്പോർട്ട് ചെയ്യാൻ പറ്റുന്നില്ല, അല്ലെങ്കിൽ ഇൻസുലിന് ഗ്ലൂക്കോസ് മോളിക്യൂൾസിനെ കോശങ്ങളിലേക്ക് എത്തിക്കാൻ പറ്റുന്നില്ല. കാരണങ്ങൾ പലതായിരിക്കാം. അതായത് അമിതമായിട്ടുള്ള കൊഴുപ്പ് അടിഞ്ഞുകൂടിയത് കൊണ്ടായിരിക്കാം, മാനസികമായിട്ടുള്ള ടെൻഷൻ കൊണ്ടായിരിക്കാം, നമ്മൾ കഴിക്കുന്ന ഭക്ഷണ രീതികളും, അങ്ങനെ പല കാരണങ്ങൾ കൊണ്ടാണ് ഈ ഒരു ഇൻസുലിൻ റെസിസ്റ്റൻസ് എന്ന കണ്ടീഷൻസ് വരുന്നത്. അപ്പോൾ ഓട്ടോമാറ്റിക്കലി നമ്മുടെ രക്തത്തിൽ ഗ്ലൂക്കോസ് മോളിക്യൂൾസും ഇൻസുലിൻ മോളിക്യൂൾസും വർദ്ധിച്ചു വരുന്നു. അപ്പോൾ അത് ഓട്ടോമാറ്റിക്കലി ഇൻക്രീസ് ആയി കഴിഞ്ഞാൽ കോശങ്ങളിലേക്ക് കൃത്യമായിട്ടുള്ള എനർജി എത്തുന്നില്ല, അല്ലെങ്കിൽ കൃത്യമായിട്ടുള്ള എനർജി കോശങ്ങളിൽ നിന്നും ഉൽപ്പാദിക്കപ്പെടുന്നില്ല. അതിൻ്റെ ഭാഗമായിട്ടാണ് നമുക്ക് ഫുഡ് കഴിച്ചിട്ടും ആ ഒരു ക്ഷീണം അനുഭവപ്പെടുന്നത്. സോ നിങ്ങൾ ഫോളോ ചെയ്യേണ്ട കാര്യങ്ങൾ എന്ന് പറയുമ്പം ഗ്ലൈസീമിക് ഇൻഡെക്സ് കുറഞ്ഞതായിട്ടുള്ളതും കലോറി അളവ് കുറഞ്ഞതായിട്ടുള്ള ഭക്ഷണങ്ങൾ കഴിക്കാൻ ശ്രമിക്കുക. അപ്പോൾ ഈ ഇൻസുലിൻ റെസിസ്റ്റൻസ് എന്ന കണ്ടീഷൻസ് വരുന്നില്ല. അപ്പോൾ എപ്പോഴും ഗ്ലൈസീമിക് ഇൻഡെക്സ് കുറഞ്ഞിട്ടുള്ള ഫ്രൂട്ട്സും വെജിറ്റബിൾസും നിങ്ങളെ ഡയറ്റിൽ നിർബന്ധമായിട്ടും ഉൾപ്പെടുത്താൻ ശ്രമിക്കുക. ഇനിയിപ്പോൾ വെയിറ്റ് കുറയ്ക്കാനുള്ള ആളുകളാണെങ്കിൽ ചോറിൻ്റെ അളവ് മിതമായ രീതിയിൽ, അല്ലെങ്കിൽ ഒരു നേരം മാത്രം ചോറിൻ്റെ അളവ് എടുക്കാൻ ശ്രമിക്കുക. അതേപോലെ തന്നെ മറ്റെന്തെങ്കിലും ഹെൽത്തി ഫാറ്റ്സും പ്രോട്ടീൻസും നിങ്ങളുടെ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്താൻ ശ്രമിക്കുക. ഇനി നിങ്ങളുടെ ശരീരത്തിൽ വീക്ക്നെസ് അല്ലെങ്കിൽ ഇത്തരം ഫെറ്റീഗ്, ടയേർഡ്നെസ് വരാനുള്ള മറ്റ് റീസൺസ് എന്ന് പറയുമ്പം ഡെഫിഷ്യൻസീസ് കൊണ്ടാണ്. ഡെഫിഷ്യൻസീസ് പ്രധാനപ്പെട്ടതാണ് അയേൺ ഡെഫിഷ്യൻസീസ്. അതായത് അയേൺ മോളിക്യൂൾസ് കൃത്യമായിട്ട് ഉൽപ്പാദിപ്പിച്ചിട്ടില്ലെങ്കിൽ ഹിമോഗ്ലോബിൻ, രക്തത്തിലെ ആ ഒരു റെഡ് കളർ മെയിൻറ്റെയിൻ ചെയ്യുന്ന ഹിമോഗ്ലോബിൻ കണ്ടൻസ് ഓട്ടോമാറ്റിക്കലി റെഡ്യൂസ്ഡ് ആയി പോകും. നോർമൽ ഹിമോഗ്ലോബിൻ ലെവൽ എത്രയാണ്? ഒരു ഫീമെയിൽ പേഷ്യൻ്റ് അല്ലെങ്കിൽ ഫീമെയിൽ ബോഡി ആണെങ്കിൽ
ഒരു 12 മില്ലിഗ്രാം ഡെസിലിറ്റർ മുതൽ 14 മില്ലിഗ്രാം ഡെസിലിറ്റർ വരെയാണ് ഫീമെയിൽ ബോഡിക്ക് ആവശ്യമായിട്ടുള്ളത്. എന്നാൽ ഒരു മെയിൽ ബോഡി ആണെങ്കിലോ 14 മുതൽ 16 മില്ലിഗ്രാം ഡെസിലിറ്റർ ആണ് ഹീമോഗ്ലോബിൻ ആവശ്യമായിട്ടുള്ളത്. ഇതിൻ്റെ പ്രൊഡക്ഷൻ കുറയുമ്പോഴാണ് ഇന്ന് കുട്ടികളിലും മുതിർന്ന ആളുകളിലും ഒക്കെ ഈ ഒരു ക്ഷീണം ഡെവലപ്പ് ചെയ്യുന്നത്. അപ്പം ഈ ഒരു അയൺ മോളിക്യൂൾസ് അധികമാക്കാൻ വേണ്ടിയിട്ട് ഭക്ഷണത്തിൽ എപ്പോഴും റെഡ് കളർ റിച്ച് ആയിട്ടുള്ള ഭക്ഷണങ്ങൾ ഉൾപ്പെടുത്താൻ ശ്രമിക്കുക. അതായത് ചുവന്ന ഫ്രൂട്ട്സും വെജിറ്റബിൾസും, ക്യാപ്സിക്കം, വാട്ടർമെലൺ, പൊമോഗ്രാനേറ്റ്, ഇതൊക്കെ നല്ല പോലെ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്താൻ ശ്രമിക്കുക. ഇത് ഓട്ടോമാറ്റിക്കലി നമ്മളെ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തി കഴിഞ്ഞാൽ നമ്മളെ ബോഡിയിലെ അയൺ ട്രാൻസ്പോർട്ടേഷൻ ഈസി ആക്കുകയും ഹീമോഗ്ലോബിൻ ലെവൽ ഇൻക്രീസ് ആവുകയും ചെയ്യുന്നതാണ്. അതേപോലെ തന്നെ മറ്റൊരു മിനറലാണ് മെഗ്നീഷ്യം. നമ്മുടെ കോശങ്ങളിൽ നിന്നാണ്, അതായത് കോശങ്ങളിലകത്തെ ന്യൂക്ലിയസിൽ അടങ്ങിയിരിക്കുന്ന ഒരു സ്ട്രക്ചറാണ് മൈറ്റോകോൺട്രിയ എന്ന് പറയുന്നത്. ഈ മൈറ്റോകോൺട്രിയാണ് ആ കോശങ്ങൾക്ക് മുഴുവനായിട്ടും ഊർജം നൽകുന്നത്. ATP, അഡെനോസിൻ ട്രൈഫോസ്ഫേറ്റ്സ് എന്ന് പറഞ്ഞിട്ടുള്ള ആ ഒരു എനർജി ഉൽപ്പാദിപ്പിക്കുന്നത് മൈറ്റോകോൺട്രിയ എന്ന് പറഞ്ഞിട്ടുള്ള ആ ഒരു സ്ട്രക്ചറിൽ നിന്നാണ്. ആ ഒരു എനർജി ഉൽപ്പാദിപ്പിക്കണമെങ്കിൽ മെഗ്നീഷ്യം ശരീരത്തിൽ ആവശ്യമായിട്ടുള്ളതാണ്. അപ്പം മെഗ്നീഷ്യം കൃത്യമായിട്ട് നമ്മളെ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തിയിട്ടില്ലെങ്കിൽ ഓട്ടോമാറ്റിക്കലി നമുക്ക് ക്ഷീണം, അതേപോലെ തന്നെ ബലക്കുറവ്, വീക്ക്നെസ്, ഫെറ്റീഗ്, ഇത്തരം പ്രശ്നങ്ങൾ ക്രിയേറ്റ് ചെയ്യുന്നതാണ്. അപ്പോൾ എപ്പോഴും മെഗ്നീഷ്യം റിച്ച് ആയിട്ടുള്ള ഭക്ഷണങ്ങൾ ഉൾപ്പെടുത്താൻ ശ്രമിക്കുക. അതിലൊന്നാണ് ചീര. അതായത് ചീരയിൽ ധാരാളം അയണും അതേ അളവിൽ തന്നെ മെഗ്നീഷ്യം ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ ചീര വെച്ചിട്ട് നിങ്ങൾക്ക് അറ്റ്ലീസ്റ്റ് ഒരു തോരനായിട്ടോ അല്ലെങ്കിൽ കറിയായിട്ടോ അങ്ങനെ എന്തെങ്കിലും ഫോമിലാക്കി നിങ്ങൾക്ക് കഴിക്കാവുന്നതാണ്. അതേപോലെ നിങ്ങളെ ഭക്ഷണത്തിൽ അല്ലെങ്കിൽ നിങ്ങളെ ശരീരത്തിൽ വിറ്റമിൻ B12 അളവ് കുറഞ്ഞു കഴിഞ്ഞാലും ഇത്തരം ക്ഷീണം അനുഭവപ്പെടാം. വിറ്റമിൻ B12 പ്രധാന ധർമ്മം എന്താണ്? നമ്മുടെ ബ്രെയിൻ അല്ലെങ്കിൽ തലച്ചോറിനകത്തുള്ള നാഡികൾക്ക് പ്രവർത്തനം നൽകുന്നതാണ്. അല്ലെങ്കിൽ അതിനെ പ്രൊട്ടക്റ്റ് ചെയ്യാനും അതിനെ ഫങ്ഷൻ ചെയ്യാൻ സഹായിക്കുന്നത് വിറ്റമിൻ B12 ആണ്. അപ്പോൾ വിറ്റമിൻ B12 കുറഞ്ഞു കഴിഞ്ഞാൽ ഈ കാലുകളിൽ നിന്നും അതേപോലെ തന്നെ കൈകളിൽ നിന്നൊക്കെ വേദന അനുഭവപ്പെടാം, ക്ഷീണം, അതേപോലെ പേശിവേദന, ജോയിൻറ്റ് പെയിൻസ്, അങ്ങനെ ഒരു ഓൾ ടുഗദറായിട്ട് നമ്മളെ ബോഡി തന്നെ ഒരു ഇൻഫ്ലമേഷൻ സ്റ്റേജിലോട്ട് പോകുന്നു. അപ്പോൾ വിറ്റമിൻ B12 അടങ്ങിയിട്ടുള്ള നട്ട്സ് ഐറ്റംസ് നിങ്ങൾക്ക് ഉൾപ്പെടുത്താവുന്നതാണ്. അതേപോലെ തന്നെ ഫിഷ് ഐറ്റംസ്, സീഡ്സ് ഒക്കെ നിങ്ങളുടെ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്താവുന്നതാണ്. അതേപോലെ മറ്റൊരു പ്രധാനപ്പെട്ട ഒരു കാരണം എന്ന് പറയുന്നത് സ്ട്രെസ് അല്ലെങ്കിൽ കോർട്ടിസോൾ ഹോർമോൺസിൽ ഉണ്ടാവുന്ന ഇംബാലൻസ് കാരണമാണ്. കോർട്ടിസോൾ ഹോർമോൺസ് എന്താണ്? സ്ട്രെസ് ഹോർമോൺസ് ആണ്. നമുക്ക് എന്തെങ്കിലും ടെൻഷൻ അല്ലെങ്കിൽ ആങ്സൈറ്റി ഒക്കെ വരുമ്പോൾ ഓട്ടോമാറ്റിക്കലി നമ്മുടെ ബ്ലഡിൽ സ്ട്രെസ് ഹോർമോൺസ് ഇൻക്രീസ് ആവുന്നു. അപ്പോൾ നമ്മൾ അതിന് ട്രിഗർ ചെയ്തിട്ട് കൂടുതലായിട്ടുള്ള അന്നജം അടങ്ങിയിട്ടുള്ള ഭക്ഷണങ്ങൾ, ഡാർക്ക് ചോക്ലേറ്റ്സ് അല്ലെങ്കിൽ കൂടുതൽ പേസ്ട്രീസ്, ഐസ്ക്രീംസ്, ഇതൊക്കെ ഭക്ഷണത്തിൽ കൂടുതലായിട്ടും കഴിക്കുകയാണെങ്കിലും ഓട്ടോമാറ്റിക്കലി ആ ഒരു സ്ട്രെസ് ലെവൽ ഇൻക്രീസ് ചെയ്യുന്നതാണ്. ഈ സ്ട്രെസ് ലെവൽ ഇൻക്രീസ് ആയി കഴിഞ്ഞാൽ ഈ ഒരു ഇൻസുലിൻ റെസിസ്റ്റൻസ് എന്ന കണ്ടീഷൻസ് ഡെവലപ്പ് ചെയ്യുന്നു. അല്ലെങ്കിൽ കോശങ്ങളിലേക്ക് കൃത്യമായിട്ടുള്ള ഊർജം എത്താതെ വരുന്നു. അതിൻ്റെ ഭാഗമായിട്ടാണ് നമുക്ക് ഈ ഒരു ലേറ്റ് നൈറ്റിലൊക്കെ ഒരു ക്ഷീണം അനുഭവപ്പെടുന്നത്, അതേപോലെ ഏർലി മോർണിംഗിൽ വീക്ക്നെസ് അനുഭവപ്പെടുന്നത്. സോ ഇത്തരം കാരണങ്ങളാണ് ശരീരത്തിൽ ഇത്തരം വീക്ക്നെസ് അല്ലെങ്കിൽ ക്ഷീണം അല്ലെങ്കിൽ ബലക്കുറവിൻ്റെ പ്രശ്നങ്ങൾ ക്രിയേറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഈ ഒരു ക്ഷീണം കുറയ്ക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ കഴിക്കേണ്ട ഭക്ഷണങ്ങൾ എന്ന് പറയുമ്പം ഡാർക്ക് ചോക്ലേറ്റ്സ് നിങ്ങൾക്ക് കഴിക്കാം, ബെറീസ്, അവക്കാഡോ, വിറ്റമിൻ C അടങ്ങിയിട്ടുള്ളത്, അതേപോലെ തന്നെ മെഗ്നീഷ്യം റിച്ച് ആയിട്ടുള്ളത്, കാൽഷ്യം റിച്ച് ആയിട്ടുള്ളത്, വിറ്റമിൻ D അടങ്ങിയിട്ടുള്ളത്, ചെറു മത്സ്യങ്ങളും നട്ട്സും ലീഫി വെജിറ്റബിൾസും ഒക്കെ ഡെയിലി നിങ്ങളെ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്താൻ ശ്രമിക്കുക. ഡെയിലി വർക്കൗട്ട്സ് ചെയ്യാൻ ശ്രമിക്കുക. അതായത് ഹൈ ഇൻറ്റൻസിറ്റി ട്രെയിനിങ് എക്സസൈസ്, അതായത് വർക്കൗട്ട്സ് എന്ന് പറയുമ്പോൾ ഒരു 5 മിനിറ്റ് സ്പീഡിൽ വാക്ക് ചെയ്യുക, നെക്സ്റ്റ് 5 മിനിറ്റ് ഫാസ്റ്റിൽ സ്ലോയിൽ വാക്ക് ചെയ്യുക, അങ്ങനെ ഒരു രീതിയിലുള്ള എക്സസൈസ് കൃത്യമായിട്ട് മെയിൻറ്റെയിൻ ചെയ്യാൻ ശ്രമിക്കുക. ഇനിയിപ്പോൾ ടെൻഷനും സ്ട്രെസ്സുള്ള ആളുകളാണെങ്കിൽ അവർ ആ ഒരു ഓവർ ഈറ്റിംഗ് അല്ലെങ്കിൽ ക്രേവിങ്സിൻ്റെ പ്രശ്നങ്ങളൊക്കെ ആളുകളാണെങ്കിൽ ഫുഡിൻ്റെ ഇൻടേക്ക് കുറയ്ക്കാൻ ശ്രമിക്കുക. പകരം നിങ്ങൾ എന്തെങ്കിലും ബ്രീത്തിങ് എക്സസൈസ് ചെയ്യാൻ ശ്രമിക്കുക. അതായത് ബ്രെത്ത് ഹോൾഡിംഗ് എക്സസൈസ് ചെയ്യാൻ ശ്രമിക്കുക. അതേപോലെ തന്നെ സ്ലീപ്പ് പാറ്റേൺസും ഇതിലേറെ ഇമ്പോർട്ടൻ്റ് ആണ്. കൃത്യമായിട്ട് ഉറങ്ങിയിട്ടില്ലെങ്കിൽ ബോഡിയിലെ എല്ലാ മെക്കാനിസവും ഡിസ്റ്റർബ് ആവുന്നു. അപ്പോൾ കൃത്യമായിട്ടുള്ള ഒരു ഉറക്കം മെയിൻറ്റെയിൻ ചെയ്യാൻ ശ്രമിക്കുക. 6 to 7 hours കൃത്യമായിട്ടുള്ള ഒരു ഡീപ്പ് സ്ലീപ്പ് മെയിൻറ്റെയിൻ ചെയ്യാൻ ശ്രമിക്കുക. അതോടൊപ്പം തന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും യോഗ അല്ലെങ്കിൽ മെഡിറ്റേഷൻസും ഇതിനോടൊപ്പം ചെയ്യാവുന്നതാണ്. ഇനി ഇതുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്. നല്ലൊരു ഹെൽത്ത് ടോപ്പിക്കുമായി വീണ്ടും കാണാം. താങ്ക്